ഒരുപാട് ആക്ഷേപങ്ങളുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം കുഞ്ഞിക്ക സാഹിത്യ ചോരണത്തെക്കുറിച്ചുള്ളതായിരുന്നു. മോഷണം ഒരു കലയാണ്. എൻ്റെ സുഹൃത്തെ ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോഴേ അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോഴേ തൊട്ടടുത്തൊരു സ്ത്രീ ഉണ്ടെങ്കിൽ ഞാൻ പതുക്കെ വിളിക്കും, പതുക്കെ അടുത്തിരുത്തും, ഒന്ന് വെറുതെ കൈവെക്കുമോ സ്ത്രീകളെ. പിന്നെ എത്ര പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട്? അടി ഒരിക്കലും കിട്ടിയിട്ടില്ല. ഈ തീവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ സത്യം ഞാൻ പതുക്കെ തൊടും, തൊടാൻ പാടില്ലാത്ത സ്ഥലത്തും തൊടും. അത്രത്തിന് ചോരണത്തിന് സ്ഥാനം കൽപ്പിച്ചിട്ടുള്ളൂ. ടാഗോറിൻ്റെ ഒരു മഹാകവി എന്താ ചോദിച്ചത്? മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഞാനൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം എന്നോട് ചെയ്തിട്ടുള്ളൂ. താങ്കളുടെ സാഹിത്യ ചോരണത്തെക്കുറിച്ച് ഒരുപാട് ദീർഘകാലം എഴുതുകയും പറയുകയും ചെയ്തൊരു സുഹൃത്തുണ്ട് താങ്കളെ. പറയട്ടെ. പക്ഷെ താങ്കൾ അദ്ദേഹത്തോട് വിഷമമൊന്നും വിചാരിക്കില്ല. വിഷമമില്ല, എനിക്ക് എന്നെ വിമർശിക്കുന്ന ആൾക്കാണ് വരട്ടെ. കുഞ്ഞിക്കയുടെ നോവലിനെ ചുറ്റിപ്പറ്റി അക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് പോലും കുഞ്ഞിക്ക എന്നോടൊരു അപ്രിയവും കാണിച്ചിരുന്നില്ല. വാസ്തവത്തിൽ കുഞ്ഞിക്കയ്ക്കും അത് എൻ്റെ ഒരു ഉദ്ദേശ്യശുദ്ധിയെ സംബന്ധിച്ച് സംശയമില്ലായിരുന്നത് കൊണ്ടായിരിക്കണം എന്നോട് ഇപ്പോഴും ആ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. വാസ്തവത്തിൽ കുഞ്ഞിക്കയ്ക്ക് എന്നെക്കുറിച്ച് അന്ന് എന്തായിരുന്നു തോന്നിയിരുന്നത്? ഞാനൊരു ശത്രുവാണെന്നോ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗഭാക്കായിരുന്നോ എന്ന് കുഞ്ഞിക്ക കരുതുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും കുഞ്ഞിക്ക അതൊന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ജോണി ആഗ്രഹിച്ച പോലെ ജോണിയോട് ശത്രുത ഇല്ലാന്ന് പറയരുത് കേട്ടോ, ഉള്ള കാര്യം പറയണം. ഇല്ല, എനിക്ക് ജോണിയുടെ ശത്രുത ഇല്ലായിരുന്നു. കാരണം ജോണി ശത്രുതയുണ്ട് ഇല്ലായിരുന്നു, അന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ടാഗോറിൻ്റെ വലത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോണി തെറ്റ് ചെയ്യേണ്ട ഒരു കുഞ്ഞിക്ക വലിയ മോഷണം നടത്തിയെന്ന് ഇവരെ പോലുള്ള ആൾക്കാർ പറഞ്ഞോട്ടെ. ജോണി പുസ്തകം എഴുതിയിട്ടുണ്ട്, ജോണി 10,000 കോപ്പി അടിച്ചിട്ടുണ്ട് പുസ്തകം. പക്ഷേ ഞാനതിൻ്റെ ഭാഗമാക്കായിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതിന് ജോണിയോട് ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്ര ദിവസം ഞാൻ ഒരുമിച്ച് താമസിച്ചു. ഞാൻ വയനാട് താമസിക്കുമ്പോൾ ജോണി എൻ്റെ കൂടെ എത്ര ദിവസം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. എനിക്ക് ഇന്നും ജോണി ഇഷ്ടമാണ്. കാരണം ജോണി ചെയ്തത് ശരിയാണ്. പക്ഷേ എനിക്കതിന് വിഷമമില്ല. കാരണം ഞാൻ ഇയാളെ ടാഗോറിൻ്റെ സാധനം ഞാൻ എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. അത് മാതൃഭൂമിയുടെ പണിയായിരുന്നു. മാതൃഭൂമി അയച്ചപ്പറ്റി പിന്നെ മാതൃഭൂമി പത്രത്തിൻ്റെ മാതൃഭൂമിയുടെ ഗൂഢാലോചനയായിരുന്നു. ഗൂഢാലോചന എന്ത് നിങ്ങൾക്ക് പറഞ്ഞോ? ഇതെത്ര 1987 ഫെബ്രുവരി 17 തൊട്ട് 2 മാതൃഭൂമി കൊണ്ടാടിയത്. മാതൃഭൂമിക്ക് ആ സമയത്ത് ബൊഫേഴ്സ് വന്നേ. ബൊഫേഴ്സ് അതിൻ്റെ പകുതി സമയമുള്ളൂ. അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പത്രം താങ്കൾക്കെതിരെ ഗൂഢാലോചന നടത്തിയതാണോ? എന്നും ആരോപിക്കാം. താങ്കൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. എന്തിനാണ് മാതൃഭൂമിക്ക് പിന്നെ പുനത്തിൽ നിന്ന് പറഞ്ഞ സാഹിത്യകാരനോട് ഒരു വിഷമം ഉണ്ടാകേണ്ട കാര്യം? സാറേ, എല്ലാ രഹസ്യവും ഈ ഇൻ്റർവ്യൂവിൽ പറയണോ? എനിക്ക് വീണ്ടും ഒരു അവസരം തരില്ലേ? ഇത് ഞാൻ പറയില്ല ബ്രിട്ടാസേ. എനിക്ക് ജീവിക്കണ്ട ഇവിടെ. പേടിയാണോ മാതൃഭൂമി? പേടി. എല്ലാ പത്രത്തെയും പേടിയാ. മാതൃഭൂമി ഭയങ്കര പേടിയാണ്. എല്ലാ പത്രത്തെയും. ദേശാഭിമാനി ഏറ്റവും പേടിയാ. അപ്പോൾ മാതൃഭൂമി താങ്കൾക്കെതിരെ ഗൂഢാലോചന ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സാഹിത്യ ചോരണം എന്നുള്ള ആക്ഷേപം കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ആ വിഷയത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുകയാണ്. താങ്കൾ മോഷ്ടിച്ചിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മോഷണത്തിന് ആവശ്യമില്ല. ആകെ മോഷ്ടിച്ച് പറയാ ഇതൊരു പെൺകുട്ടിന് കിട്ടുന്നതാ. ഇതിപ്പോൾ അഴിക്കാൻ പറ്റുന്നില്ല. ഇത് പെൺകുട്ടി കിട്ടുന്നതാണ്. പെൺകുട്ടി കിട്ടുകയെന്ന് പറയുമ്പോൾ മോഷണമല്ലല്ലോ. അല്ല, അവരുടെ ഹൃദയത്തെ മോഷ്ടിച്ചിട്ടുണ്ടാവും. അതെ, എന്നിട്ട് ഇപ്പോൾ അത് അഴിക്കാൻ പറ്റുന്നില്ല. അത് വേറൊരു പെൺകുട്ടിയെ കൊണ്ട് അഴിപ്പിക്കുക, അതേ വേറെ പരിഹാരമുള്ളൂ. കുഞ്ഞിക്കയുടെ ജീവിതത്തിലെ വഴിത്തിരിവുകളിൽ ഒന്ന് കുഞ്ഞിക്ക ഈ പറഞ്ഞ ഹിന്ദുമതവുമായിട്ടുള്ള കുഞ്ഞിക്കയുടെ ഒരു സംവാദം അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഒരു താതാത്മ്യം പ്രാപിക്കാനുള്ള ശ്രമം ഇടയ്ക്ക് ഒരു വേള. അല്ല, അതല്ല ഇടക്കുന്നല്ല, ഇപ്പോഴും ഉണ്ട്. എന്താ നിങ്ങളാരാ? ബ്രിട്ടാസ് ആരാ? ഹിന്ദു അല്ലേ? ഞാൻ ഒരു മനുഷ്യൻ. നിങ്ങൾ ഹിന്ദു. ബ്രിട്ടാസ് ഞാനും ഹിന്ദുവാ. സക്കറി ആരാ? ഞാൻ ഇസ്ലാമായി എൻ്റെ അമ്മയിൽ നിന്ന് ഇസ്ലാമായി ജനിച്ച ഒരു ഹൈന്ദവനാണ്. ഞാൻ ജനിച്ചത് ഭാരതത്തിൻ്റെ മണ്ണിലാണ്. ബ്രിട്ടാസ്, ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണോ? നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഭാരതത്തിൻ്റെ മണ്ണിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഒരു ഇസ്ലാമായിട്ട്. സക്കറി ജനിച്ചത് ഒരു ക്രിസ്ത്യാനിയായിട്ട്. പിന്നെ ഇവിടെ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച ഹൈന്ദവനാണ്. ഞങ്ങളൊക്കെ ഹൈന്ദവന്മാരാണ്. ക്രിസ്ത്യാനിയാണ് ബ്രിട്ടാസ് ആയാലും ഹൈന്ദവനായിട്ട് ജനിച്ച വീണാൽ നമ്മളൊക്കെ ഹൈന്ദവരാണ്. ഈ ഭൂമിയിൽ ഭാരതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ മണ്ണ്
ഭാരതത്തിൻ്റെ വായു, ഭാരതത്തിൻ്റെ വെളിച്ചം, ഭാരതത്തിൻ്റെ വെള്ളം, ഭാരതത്തിൻ്റെ സൂര്യപ്രകാശം. അപ്പോൾ അവൻ ഹൈന്ദവനാണ്. നിങ്ങൾ ആരും ആയിക്കോട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാനൊരു ഹൈന്ദവനായ മുസ്ലിമാണ്. ഹൈന്ദവനായ മുസ്ലിം. ശ്രീ പുനത്തൽ കുഞ്ഞത്തുള്ള ഹൈന്ദവനായിട്ടുള്ള മുസ്ലിം. ശ്രീകൃഷ്ണൻ്റെ പ്രതിമ വീട്ടിൽ വെച്ചിട്ട് അതുകൊണ്ടാണോ? ശ്രീകൃഷ്ണ പ്രതിമ 2-3 കാരണങ്ങളുണ്ട്. സ്വഭാവം കൊണ്ട്. സ്വഭാവം കൊണ്ട് പ്രത്യേകിച്ചുണ്ട്. 16,000 തൊട്ടില്ലേ ഉള്ളിക്ക്. അതിനേക്കാളും നമുക്കുണ്ട്. 7 ഉള്ളൂ, 16,007. ഒരു യഥാർത്ഥ മുസ്ലിമിൽ അങ്ങനെ ശ്രീകൃഷ്ണനെ ആരാധിക്കാനുള്ള ഒരു അവകാശമുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു അവകാശം മാറ്റില്ലല്ലോ മുസ്ലിം ആയത്. നിങ്ങളൊക്കെ പറഞ്ഞ ഞാൻ മുസ്ലിം എങ്ങനെയായത്? ജനിച്ചു കൊണ്ട് ഇസ്ലാമായി ജനിച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിം എന്ന് പറയുന്നു. താങ്കളുടെ ജീവിതത്തിൽ ഒരു ഇസ്ലാമേ അല്ല. എനിക്കങ്ങനെ ഒരു മതവുമില്ല. എനിക്ക് ഒരു മതവുമില്ല, ഒരു രാഷ്ട്രവുമില്ല, ഒന്നുമില്ല. ഇടയ്ക്കൊരു കാറ്റുവീഴ്ച കുഞ്ഞിക്കയ്ക്ക് സംഭവിച്ചൊരു BJP യുമായിട്ടൊരു ചങ്ങാത്തം ഇടയ്ക്ക് വന്നു. BJP ഇപ്പോൾ ചങ്ങാത്തമുണ്ട്. BJP എന്താ കുഴപ്പം? BJP എന്താ കുഴപ്പം? നരേന്ദ്രമോദിയോടുള്ള കാഴ്ചപ്പാട് എന്താണ്? നരേന്ദ്രമോദി കാഴ്ചപ്പാടില്ല. മോശക്കാരനാണ്. അധമൻ, നരാധമൻ, നരാധമ മോഡി. എത്ര മുസ്ലിമുകളെ കൊന്നത് അവിടുന്ന്? എനിക്ക് അയാളെ പറ്റില്ല. അയാളൊക്കെ എത്രയോ നല്ലതാണ്. പിന്നെ അഡ്വാനിയും മറ്റേ വാജ്പേയിക്ക് എത്ര മഹത്തായ ലീഡേഴ്സാണ്. അപ്പോൾ താങ്കൾ BJP ആയിരിക്കെ തന്നെ നരേന്ദ്രമോദിയോട് താങ്കൾക്ക് താല്പര്യമില്ല? ഒരിക്കലും താല്പര്യമില്ല. അധവനാണ് അയാൾ. എത്ര മുസ്ലിംസിനെ കൊന്നത് ഈ ഇസ്ലാമികൾ അവിടെ? അദ്ദേഹം ശിവഗിരിയിൽ വന്ന് പ്രസംഗിച്ചു. ശിവഗിരിയിൽ വന്ന് പ്രസംഗിച്ചിരുന്നു. അത് ഇവരാരാ? ശിവഗിരി രാജഗോപാലൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ അവിടെ? ഒരു ഇതല്ലേ, ഒരു പണ്ടൊക്കെ നരച്ച രാജഗോപാലിന് പോയിട്ട് ശിവഗിരി അവർക്ക് RSS ആക്കണം. ശിവഗിരി ഒരിക്കലും RSS ആക്കരുത്. നമ്മുടെ അതിന് ശരിക്കും ഫൈറ്റ് ചെയ്യണം. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുമ്പോട്ട് കാണിച്ചാൽ താങ്കൾ BJP-യുടെ രാഷ്ട്രീയ ചങ്ങാത്തം, BJP-യുമായിട്ടുള്ള താങ്കളുടെ ബന്ധം അവസാനിപ്പിക്കും? ഇല്ല, ഒരിക്കലും ബന്ധമില്ല. ഞാൻ അവർക്ക് എതിരായിട്ട് സംസാരിക്കും. ഇന്ത്യ മുഴുവൻ നടന്നിട്ട് ഇന്ത്യ മുഴുവൻ താങ്കൾ പ്രചരണം നടത്തും. നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് അയാൾ നശിപ്പിക്കും ഇവിടെ ന്യൂനപക്ഷങ്ങളെ. BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ന്യൂനപക്ഷങ്ങളെ ഇല്ല. ഇയാൾ BJP ഇത്ര നല്ല ആളുണ്ട്. വാജ്പേയി എന്തായിരുന്നു? വാജ്പേയി എന്തോ ഒരു മനുഷ്യനെ. വാജ്പേയിയും നമ്മുടെ ഇവിടെ ഒരു വലിയ പള്ളിയില്ലേ ഡൽഹിയിൽ, അവർ രണ്ടുപേരും വൈകുന്നേരം സുഹൃത്തുക്കളാണ്. ഇമാമും വാജ്പേയിയും വൈകുന്നേരം ഇമാം ഇഷാ നിസ്കരിച്ച് കഴിഞ്ഞാൽ വാജ്പേയി അവിടെ വരും. രണ്ടുപേരും സ്കോച്ച് ബിസ്കറ്റ് അടിച്ച് കബാബ് തിന്നു. ഇതിന് വലിയ സംഭവം ശരിക്കും അറിയുന്ന എനിക്ക്. ഞങ്ങളൊക്കെ വാജ്പേയി വൈകുന്നേരം വരും, ഇമാമും വരും, രണ്ടുപേരും ഇരിക്കും, സ്കോച്ച് ബിസ്കറ്റ് ബ്ലാക്ക് ലെവലെടുത്ത് സോഡയൊക്കെ എടുത്ത് നല്ല കബാബ്. ഓൾഡ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. ഓൾഡ് ഡൽഹിയിൽ ഇത്രയും വലിയ സൗഹൃദം ഇന്ത്യക്ക് എന്താ? അതിന് വലിയ സൗഹൃദം ഇന്ത്യക്ക് ഉണ്ടോ? ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള സംഭവമാണ്. നിങ്ങൾ കണ്ടോ അത് ഇവരടിക്കുന്നത്? അങ്ങനെ കാണാൻ പറ്റുമോ? നിങ്ങളെ ഒരു ചെറിയ മൂത്രം വയ്ക്കും വളരെ കണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അതല്ല, പക്ഷെ താങ്കൾ നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. നേരിട്ടറിയാം അദ്ദേഹത്തിന്. ഇത് ശരിക്കും 100% സത്യമാണ്. വാജ്പേയി എന്തോ എനിക്ക് ഞാൻ അയാൾ കൽക്കണ്ട മറ്റേ ഈ കബാബും സ്കോച്ച് വിസ്കിയാണ് താങ്കളെ ആകർഷിച്ച ഘടകം. അല്ലല്ല, എന്നെ ആകർഷിച്ച ഘടകം വാജ്പേയിയും ഇമാമും തമ്മിലുള്ള സൗഹൃദം. കുഞ്ഞിക്കയുടെ വളരെ അടുത്ത സുഹൃത്ത് മധു നായർ താങ്കളെക്കുറിച്ച് സംസാരിക്കുന്നൊരു ഭാഗമുണ്ട്. അതായത് ഈ വൈദ്യശാസ്ത്ര മേഖലയിലൊന്നും പോകാതെ എഴുത്തിൻ്റെ മേഖലയിൽ കുറച്ചും കൂടി കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നോക്കാം അദ്ദേഹം എന്താ പറയുന്നത്. കുഞ്ഞിക്ക ഈ വിഷഗ്വര പരിപാടിയിൽ ഏർപ്പെട്ടില്ലാതെ, ഡോക്ടറാകാതെ തുടക്കകാലത്തുള്ള രചനകൾ അതിൻ്റെ ചുവട് പിടിച്ച് മുഴുവൻ സമയവും സാഹിത്യത്തിന് ചിലവഴിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ ശ്രേഷ്ഠമായ കൃതികൾ ഉണ്ടാകുമായിരുന്നില്ലേ? ഒരു ഡോക്ടറായി പോയതാണ് കുഞ്ഞിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് മധു നായർ പറയുന്നത്. ഒരു പ്രശ്നമില്ല. ഡോക്ടറായത് ഏതൊരു ഭാഗത്ത് ഡോക്ടറായതാ. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് പഠിച്ചു, സയൻസ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, ഫിസിക്സ് പഠിച്ചു. മധു നായർ താങ്കളുടെ കൂടെ എത്രയോ കാലം, എത്ര വർഷം ഇപ്പോഴും എവിടെയൊക്കെ പോയിട്ടുള്ളത്, എന്തെല്ലാം കുരുത്തക്കേടുകൾ ഒരുമിച്ച്. ഇറാനിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. എവിടെ? ഇറാനിൽ പോയത്. ആർക്കും പോകാത്ത സ്ഥലത്ത്. അവിടെയൊക്കെ പോയി. ബർമയിൽ പോയി, മ്യാൻമാറിൽ. അതിൻ്റെ അനുഭവം ഒന്നും ഇവിടെ പറയരുത്. ഇല്ല, അത് അതൊക്കെ നമുക്ക് സെൻസർ ചെയ്യേണ്ടി വരും. ഞാൻ പ്രാക്ടീസ് മാത്രം ഒന്നും ചെയ്യണ്ട. എനിക്ക് എഴുതണ്ട. 12 വയസ്സോടെ എഴുതാതിരിക്കുക. എനിക്ക് കോടീശ്വരമായിട്ട് ഇപ്പോൾ. അപ്പോൾ എന്താ ഞാൻ കാശോട് എന്ത് ചെയ്യും? ഈ കാശോട് ഞാൻ എന്ത് ചെയ്യും? കോടീശ്വരനായിട്ടുണ്ടാവും. പക്ഷേ കുഞ്ഞിക്ക സ്വന്തമായിട്ട് താങ്കൾക്ക് ഒരു ഫ്ലാറ്റ് സ്വന്തമായിട്ട് വേണം,
ഒരു കിടപ്പാടം വേണം എന്നൊക്കെ ഒരു ആഗ്രഹം കുഞ്ഞിക്കായില്ല? ഒരിക്കലും ഇല്ല. എൻ്റെ ഒരു വീട് അങ്ങനെ പൊട്ടിക്കിടക്കുക, സ്വന്തം വീട് വടകര. ഞാൻ പോവില്ല, ഇഷ്ടംപോലെ. എനിക്ക് ഇഷ്ടം. എൻ്റെ ഒരുപാട് സ്വത്തുണ്ട്, വൈഫിനും ഒക്കെ ഒരുപാട് സ്വത്തുണ്ട്. അതെല്ലാം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. മക്കൾക്കൊക്കെ ഒരുപാട് സ്വത്തുണ്ട്. എനിക്ക് ദരിദ്രനായി ജീവിക്കണം. എന്നിട്ട് എനിക്ക് ഞാൻ മരിക്കുമ്പോഴേ ഒന്നും ഉണ്ടാവരുത്, എവിടേക്കൊന്ന് കുഴിച്ചിടണം. ഒരു 6 അടി. 6 അടി ജീവിതത്തിൽ വലിയ 6 അടി വേണ്ടി വരില്ല. 6 അടി മണ്ടിൽ 5 2 മതി, 5 3 അത്രയും 6 അടി വേണമെന്നൊക്കെ പറഞ്ഞ വലിയൊരു ആഗ്രഹം. വലിയ ആഗ്രഹമാണ്. 5 3 അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ. ആരെങ്കിലും എന്നെ അടുത്ത് കൊണ്ടുപോകും. എൻ്റെ വലിയ ആഗ്രഹം റെയിൽവേ സ്റ്റേഷനിലെ ഈ ബെഞ്ചില്ലേ, അതിൽ കിടന്ന് മരിക്കണമെന്നാണ്. ഓഹോ, സുരാസുവിനെ പോലെയൊക്കെ. സുരാസുവിനെ പോലെയല്ല, ടോൾസ്റ്റോയിൻ്റെ മുതൽ. എനിക്ക് ഈ സാഹിത്യത്തിൽ ഒരുപാട് ക്ലിക്കുകൾ, ഗ്രൂപ്പുകൾ, അതുപോലെ വിഭാഗീയത, ആൾക്കാർക്ക് പാരവെക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കുഞ്ഞിക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? എനിക്കൊന്നും അനുഭവം. ഞാൻ അതിന് എന്തിനു ശ്രദ്ധിക്കുന്നത്? നമ്മളൊക്കെ ഒരു ഓൾഡ് ജനറേഷൻ അല്ല, നമ്മളിപ്പോൾ പ്രസൻറ്റ് ജനറേഷൻ. അതിൻ്റെ ആവശ്യമില്ല. എന്ത് ക്ലിക്കായാലും എന്തായാലും തന്നെ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ വായിക്കുന്നു, എഴുതുന്നു. താങ്കൾക്ക് കിട്ടേണ്ട അംഗീകാരം എല്ലാം കിട്ടിയോ? എവിടെ കിട്ടാൻ? കിട്ടിയിട്ടില്ല. എവിടെ കിട്ടാൻ? എത്ര കിട്ടാനുണ്ട്? ഇനിയും കിട്ടാനുണ്ട്. എനിക്ക് ജ്ഞാനപീഠം കിട്ടിയോ? പിന്നെ ജ്ഞാനപീഠം കിട്ടിയാൽ തൃപ്തിയാവുമോ? ഇല്ല, ആവില്ല. അതിന് താഴത്തുള്ള കുറവ് താഴത്തെ ഉള്ള കിട്ടിയോ? എല്ലാം കിട്ടണം. എല്ലാം കിട്ടണം. അതിനുള്ളൊക്കെയുള്ള യോഗ്യത താങ്കൾക്കുണ്ട്? ഉണ്ട്. ഉണ്ട്. ഉണ്ടല്ലേ പറയുന്നത്. അപ്പോൾ താങ്കൾ എവിടെ? താങ്കൾ മലയാളത്തിൽ എനിക്ക് അതിനുണ്ട്. മലയാളത്തിൽ ഇന്ത്യൻ ലിറ്ററേച്ചറുണ്ട്. ഇപ്പോൾ ആർ രാമേന്ദ്രൻ നായരെ പോലുള്ള ചില ആൾക്കാർക്ക് താങ്കളോട് ദേഷ്യങ്ങളുണ്ട്, പലതും താങ്കൾക്ക് നഷ്ടമായി. അതുപോലെ അവിടെ ഉണ്ടാവും. അതുപോലെ മറ്റു ദേഷ്യമുള്ള ആൾക്കാർ താങ്കൾക്ക് ഏതാ അതൊരു പ്രശ്നമില്ല. എല്ലാ പാടും എനിക്ക് എല്ലാ പാടും കിട്ടണം. ജ്ഞാനപീഠം കിട്ടണം, നോബൽ പ്രൈസ് കിട്ടണം എനിക്ക്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ കുഴപ്പം? ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആരെ പറഞ്ഞ പോലെ സുൽത്താനായിട്ട് തന്നെ ആഗ്രഹിക്കണം. അതെ, സ്വപ്നം കാണുമ്പോൾ സുൽത്താനായിട്ട് സ്വപ്നം കാണും. ഒരുപാടൊന്നും കിട്ടും. പക്ഷെ അത്ര വലിയ നിഷ്കളങ്കനൊന്നും അല്ല ഈ കുഞ്ഞിക്ക. അത്യാവശ്യം ക്ലിക്കുകളും ഗ്രൂപ്പുകളൊക്കെ സാഹിത്യത്തിലും പ്രവർത്തിപ്പിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന ആൾക്കാരോട് ഞാനല്ല. നമുക്ക് നോക്കാലോ. സാഹിത്യകാരന്മാരുടെ ഇടയിൽ ഒരു കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഏതെങ്കിലും ഒരു പുസ്തകം വല്ലാതെ വിൽപ്പന വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പ്രസാധകരോട് വിളിച്ചു പറയും, ഇനി അത് പെട്ടെന്ന് ഇറക്കിയാൽ ഞങ്ങളുടെ പുസ്തകങ്ങൾ തരില്ല എന്ന്. അങ്ങനെ ഒരു കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ എടുത്തു പറയപ്പെട്ട പ്രധാനപ്പെട്ട പേര് പുനത്തിൽ കുഞ്ഞബ്ദുള്ള സാറിൻ്റേതായിരുന്നു. അത് ഒരു സംശയമായി എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇങ്ങനെ ഒരു കോക്കസ് സാഹിത്യകാരന്മാരുടെ ഇടയിലുണ്ടോ? സിസ്റ്റർ ജസ്മി അവരുടെ ആമയെന്നുള്ള പുസ്തകം ചൂടപ്പം പോലെ വിറ്റു. അപ്പോൾ അവർ പറയുന്നത് ഞാനങ്ങനെ ഇവരെനിക്ക് അറിയില്ല, ഇവരെ പുസ്തകത്തിൽ ഒന്നും ഇത്ര സംഭവമേ പറഞ്ഞിട്ടില്ല. ഇവരുടെ പുസ്തകം വിറ്റു തുടങ്ങിയപ്പോൾ അതിനെതിരെ പാര വെക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരിൽ പ്രധാനി ഇരിക്കുന്ന കുഞ്ഞിക്കയാണ്. അയ്യോ, ഒരിക്കലുമില്ല. ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല, അതിനെ പറ്റി താല്പര്യമില്ല. പുസ്തകം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തോട് ഒരു പുച്ഛം കാണുന്നുണ്ടല്ലോ. ഇല്ല, ആ പുസ്തകം വായിക്കണം തോന്നിയിട്ടുമില്ല. ഇല്ല, പുസ്തകം വായിക്കണ പുസ്തകം നമ്മുടെ കൈ കിട്ടണ്ടേ? അല്ല, പുസ്തകം എല്ലാം കയ്യിലേക്ക് വന്നുകൊണ്ടല്ലോ വായിക്കുന്നത്. അങ്ങനെയാണ് കൈ എത്തിപ്പിടിച്ച് വായിക്കുന്ന പുസ്തകം. അതെ, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റി ഒരു റെഫറൻസ് വേണം. ഇത് വലിയ ഗംഭീരമായ പുസ്തകമൊന്നുമല്ല, അങ്ങനെ ഒരു റെഫറൻസ് എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ സിസ്റ്റർ ജസ്മി എഴുതിയ ആമ എന്നുള്ള പുസ്തകം വായിക്കണം തോന്നിയിട്ടില്ല? എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതിനോടൊരു പരമ പുച്ഛമുണ്ട്. ഇല്ല, തോന്നി ഇങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങളെന്നാ അറിയാതെ തന്നെ സിസ്റ്റർ ജസ്മിയുടെ മനസ്സിൽ, അതായത് എനിക്ക് പാര വെച്ച ഒരാളാണ് ഈ കുഞ്ഞിക്കൈ എന്ന് പറയാൻ വേണ്ടിയിട്ട്. സുന്ദരിയല്ലേ? സുന്ദരിയാണോ? സുന്ദരി കാണുന്ന ആദ്യമായിട്ട് ജസ്മി. അല്ല, താങ്കൾ പാര വെച്ചിട്ടില്ലേ? അപ്പോൾ ഇല്ലെന്ന് എനിക്ക് എന്ത് ആവശ്യത്തിലൊക്കെ പാര വെക്കേണ്ട ആവശ്യം? എനിക്ക് 100 വേറെ എന്തൊക്കെ പണിയുണ്ട് എനിക്ക്. എന്താ വിട്ടാസേ? കുഞ്ഞിക്ക പ്രായമേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രായമേറുമ്പോൾ ഒരുപക്ഷെ കുറച്ചും കൂടി ഗൗരവമാകേണ്ടതില്ലേ? ഒരിക്കലുമില്ല. ഗൗരവം നമ്മുടെ കൂടെ തന്നെയുള്ള ആളാണ്. നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഗൗരവം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ട. എൻ്റെ അഭിപ്രായം പെട്ടാസ് പ്ലേസ്. അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ട ആവശ്യം. എനിക്ക് പ്രായമല്ലോ, 74 വയസ്സായാലും. അപ്പം പ്രായം കൂട്ടണം, ഗൗരവം കൂട്ടണം. എന്താണ് ഗൗരവം? വാട്ട് യു മീൻ ബൈ ഗൗരവം? ഞാൻ ഇന്നലെ, യു ഡോണ്ട് ബിലീവ് ആക്ച്വലി, ഞാൻ കഴിഞ്ഞ 4 ദിവസമായിട്ട് സ്മാരകശനം 40 വർഷം മുമ്പ് എഴുതിയ സ്മാരകശനം ഇതുവരെ വായിച്ചില്ലായിരുന്നു. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാൻ അതെന്നെ വായിച്ച് ഇന്നലെ രാത്രി തീർത്തത്. എന്തോ ഒരു നോവല്! 40 വർഷമായിട്ട് എഴുതിയത്. അത്ര താങ്കൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടത്? ഗംഭീരം കേട്ടോ.
അതുപോലെ എനിക്ക് എഴുതാൻ പറ്റില്ല. എത്ര ഭാഷകൾ, എന്തൊക്കെ സംഭവങ്ങൾ അതിൽ. സ്മാരകം വായിച്ചു, രണ്ടാമത് വായിച്ചു, അത് പറ്റിക്കാൻ ഞാൻ എഴുതുകയും ചെയ്യില്ല. ഗംഭീര നോവലെന്ന് എനിക്കെന്ന് തോന്നി. ഞാൻ ചോദിച്ചു, നായിൻ്റെ മോനെ നീ തന്നെയാണ് ഇത് എഴുതിയെന്ന് ചോദിച്ചു. ഞാൻ എന്നോട് ചോദിച്ചു, എന്നോട് തന്നെ ചോദിച്ചു. എന്നോട് ചോദിച്ചു, നായിൻ്റെ മോനെ നീയാണ് ഇത് എഴുതിയെന്ന്. കുഞ്ഞിക്ക, ഇനിയും താങ്കൾ എഴുതണം. ഒരുപക്ഷെ കേരളം കാത്തിരിക്കുന്ന ഒരുപാട് കൃതികൾ താങ്കളുടെ തൂലികയിൽ ഇനിയും വരാൻ പോകുന്നു. ആ ഒരു എഴുത്തിൻ്റെ സബരിയിൽ താങ്കൾ നന്നായി നിറഞ്ഞ ആടട്ടെ. അതുപോലെ താങ്കളുടെ മനസ്സിലുള്ള മറ്റാഗ്രഹങ്ങൾ, ഒരു കുഞ്ഞുകൂടി വേണം, ആ കുട്ടിയിലൂടെ താങ്കൾക്കൊരു സായുജ്യം നേടണം, ഇത്തരത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും, അതൊക്കെ അല്പം വൈൽഡായിരിക്കാം എങ്കിൽ പോലും ആ ആഗ്രഹങ്ങളെ അതിൻ്റേതായ ആർജവത്തോടെ കണ്ടുകൊണ്ട് താങ്കൾക്ക് ആശംസ നേർന്ന് നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി.